കുഞ്ഞാ എടാ കുഞ്ഞാ ലഡു ഉണ്ടോ എടാ? ഒരെണ്ണം പോലും ഇല്ല. ലഡു തന്നെ തോന്നടി. വെറുതെ എന്നെ കൂടെ കൊതിപ്പിക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്താലോ? ലഡു ഉണ്ടാക്കിയാലോ? അത് കാണാം. അതെന്താ? കടയിൽ നിന്ന് കിട്ടുന്ന ലഡു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നിനക്ക് ഉണ്ടാക്കാൻ പറ്റും. കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലത്തെ ലഡു ഞാൻ ഉണ്ടാക്കി തരാം. അതൊരു 10 മിനിറ്റ് കൊണ്ട്. കഴിക്കാൻ റെഡിയാണോ? 10 മിനിറ്റ് കൊണ്ടൊക്കെയോ? ആ, ഈ ഇരിപ്പന്നെ ഇരുന്നോ, 10 മിനിറ്റ് ഇരുന്നാൽ ഞാൻ ലഡു ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വരാം. സമ്മതിച്ചോ? എന്നൊരു അഡ്വൈസ് ഉണ്ട്. മധുരം കുറയ്ക്കോ? ഓക്കെ. റോജ് പറയുന്ന അത്ര മധുരത്തിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് പകുതി മധുരം മതിയോ? ശരിക്കും ഈ പറയുന്നൊക്കെ നടക്കുമോ? ഈ ഇരിക്കുന്ന ഇരിപ്പന്നെ ഇരുന്നോ, ഞാൻ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഓക്കെ? ഉറപ്പായിട്ടും. കൊതിപ്പിക്കുന്നല്ലോ അല്ലേ? എന്താകുമോ? ഓക്കെ, അപ്പം ഞാൻ ലഡു ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാട്ടെ ഞാൻ എങ്ങനെയാണ് ലഡു ഉണ്ടാക്കണേന്ന്. അപ്പോൾ ആ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഈ 2 ഗ്ലാസ് കടലമാവിന് ഏകദേശം ഒരു 10-15 ലഡു എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ അത്രയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം. നന്നായിട്ട് ലൂസാവാൻ പാടില്ല, എന്നാൽ ഭയങ്കര കുറുകിയിരിക്കാൻ പാടില്ല. ആ ഒരു രീതിയിൽ നമ്മളിത് കുഴച്ചെടുക്കണം. ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കുഴക്കരുത്. കാരണം ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട ചാൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെ പാടില്ല. കെട്ടാതെ നല്ല ലൂസായിട്ട് കിട്ടണം. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മാവ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട പഞ്ചസാര ലായനിയുടെ അളവ് നോക്കാം. അപ്പം ഞാൻ 2 ഗ്ലാസ് മാവ് എടുത്തുകൊണ്ട് 1 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റോജിന് ഓൾറെഡി പറഞ്ഞിരുന്നു അധികം മധുരം വേണ്ടാന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലഡുവിൻ്റെ അത്രയും മധുരം ഉണ്ടാവില്ല. ഈ ഒരു അളവിലെടുക്കുകയാണെങ്കിൽ ഇത് കുറച്ച് മധുരം ഉണ്ടാവും എന്തായാലും. പക്ഷെ നിങ്ങൾക്ക് ഇതിലും കുറവ് മതിയെങ്കിൽ ഒരു 3/4 ഗ്ലാസ് ഒക്കെ എടുത്താൽ മതി കേട്ടോ. കാരണം ഇത് അത്യാവശ്യം മധുരം വരും. കാരണം ലഡു ഒക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ മധുരം വേണ്ടേ. ആ 1 ഗ്ലാസ് പഞ്ചസാരയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. ഈ മാവും അതുപോലെ ഷുഗർ സിറപ്പും നമ്മൾ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ രണ്ടും ഒരുമിച്ച് അടുപ്പിൽ വെച്ചു. ഇനി നമ്മൾ ഈ മാവ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. കാരണം വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു ചൊവയോ ടേസ്റ്റ് വരും. അപ്പം ഇൻ കേസ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മാക്സിമം നിങ്ങൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ മാവ് ഒരു സ്പൂണിൽ ഇങ്ങനെ വെറുതെ കോരി ഒഴിച്ചാൽ മതി. ഒന്നിന് മുകളിൽ ഒന്ന് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ ചിലരിങ്ങനെ ഹോൾസുള്ള ആ തവിയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെറിയ ഹോൾസ് ആയിട്ട് ഇടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചാൽ മതി. കട്ട കെട്ടി ഒരുപാട് തിക്കായി പോകരുതെന്ന് മാത്രം. കാരണം നമ്മളിതിന് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യണമെന്നൊന്നുമില്ല. അതുകൊണ്ട് വെറുതെ ഞാനിങ്ങനെ സ്പൂണിൽ കോരിയെടുത്ത് ഒഴിച്ച് വറുത്തെടുക്കുകയാണ്. ഇത് ഒരുപാട് ഡ്രൈ ആവരുത്, എന്നാൽ തീരെ ഡ്രൈ ആവാതെ ഇരിക്കരുത്. ഒരുപാട് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രിസ്പി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരുപാട് ഡ്രൈ ആവാൻ വേണ്ടി ഇരിക്കരുത്. അങ്ങനെ ഇതെല്ലാം എണ്ണയിൽ വറുത്ത് കോരിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആ പഞ്ചസാര ലായനി ഷുഗർ സിറപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ഈ മാവ് ഇങ്ങനെ വറുത്തെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് 2-3 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫുഡ് കളറൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമെന്നൊന്നും മഞ്ഞളിൻ്റെയൊക്കെ. പക്ഷേ മഞ്ഞളിൻ്റെ ടേസ്റ്റ് ഒന്നും വരത്തില്ല കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ആ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ അങ്ങനെ കളർ കിട്ടാൻ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മാവ് കംപ്ലീറ്റ് ആയിട്ട് വറുത്തെടുത്തു. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷുഗർ സിറപ്പ് റെഡിയായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഷുഗർ സിറപ്പ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ നോക്കിക്കഴിഞ്ഞിട്ട് ഒരു 1 സ്ട്രിങ്, അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വലിയുന്ന ഒരു ഭാഗമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ സിറപ്പ് കറക്റ്റ് പരുവത്തിനായി എന്നാണ് മീനിങ്. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കടലമാവ് നമ്മൾ ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ മിക്സിയിൽ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് അരഞ്ഞു പോവരുത്. ഒരു ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കാനേ പാടുള്ളൂ. ഒന്ന് ചതച്ചെടുക്കുന്ന ആ ഒരു പരുവമൊക്കെ ഇല്ല, ഒന്ന് കറങ്ങിയെടുക്കുക, അത്ര മാത്രമേ പാടുള്ളൂ. അങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് നമ്മളിത് ഷുഗർ സിറപ്പിലേക്കാണ് ജസ്റ്റ് നേരിട്ടിട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഞാനിതെല്ലാം മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഞാനൊരു സ്പൂൺ കൊണ്ട് ആദ്യമേ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. ഇനി നമ്മളിത് ജസ്റ്റ് ഇതാ നമ്മുടെ ബോൾസായിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു മുന്തിരിയും വെച്ച് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലഡു റെഡിയായി കഴിഞ്ഞു. ഇനി ഞാനിത് ചെറിയൊരു ചൂടായി കഴിയുമ്പോൾ ഞാനിത് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്. ഇടയ്ക്ക് ഓരോരോ മുന്തിരിയും വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. ഇതാ നമ്മുടെ ലഡു പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇതാ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10-16 ലഡുവോളം ഉണ്ട്. മുന്തിരിങ്ങയൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം റോസിനോട് കൊടുക്കാം. ഇല്ലെങ്കിൽ റോസിന് ഇപ്പോൾ ചോദിക്കും എവിടെ സമയം കഴിഞ്ഞു എന്നിപ്പോൾ പറയാം. അപ്പോൾ നമുക്ക് വേഗം കൊണ്ട് കൊടുക്കാം. ഇതുപോലത്തെ പെർഫെക്റ്റ് ലഡു ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.